ദ്വാരകയിലുള്ളത് രുക്മിണി ദേവിക്ക് അറിയാം. ഋഷിവര്യന്മാരൊക്കെ പ്രത്യേകിച്ച് നാരദമുനി വരുമ്പോഴെല്ലാം ഈ വിദർഭ രാജ്യത്ത് എത്തിക്കഴിയുമ്പോൾ പറയുന്നത് മുഴുവൻ സാക്ഷാൽ നാരായണനെ കുറിച്ചാണ്. ഭഗവാന്റെ ആ ദിവ്യമായിരിക്കുന്ന ലീലകളും ഭഗവാന്റെ ആ സൗന്ദര്യവും ഒക്കെയാണ് എപ്പോഴും രുക്മിണി ദേവി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ ഉള്ളിൽ ഉറപ്പിച്ചു, ദ്വാരകാനാഥനായ കൃഷ്ണനല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്നൊരു തീരുമാനം എടുത്തു എന്നാണ്. അത് തന്റെ മാതാവിനെ അറിയിക്കുകയും ചെയ്തു, പിതാവിനെയും അറിയിച്ചു. അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി. കാരണം തന്റെ പുത്രി ആഗ്രഹിക്കുന്നത് സാക്ഷാൽ ജഗന്നിയന്താവായ കൃഷ്ണനെയാണെന്നുള്ള ബോധം അല്ലെ, ആ ഒരു സങ്കല്പം ഭീഷ്മകനും സുധാമതി എന്നാണ് ഭീഷ്മകന്റെ ഭാര്യയുടെ പേര്, സുധാമതിക്കും ഉണ്ടായിരുന്നു. ഭഗവാനെ കിട്ടാൻ വേണ്ടി കുട്ടിക്കാലം മുതലേ വിഷ്ണു പൂജകളൊക്കെ ചെയ്തു രുക്മിണി ദേവി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പക്ഷെ സഹോദരനായ രുക്മിക്ക് കൃഷ്ണനെ അത്ര മതിപ്പില്ലെന്ന് മാത്രമല്ല, പേര് കേൾക്കുന്നത് കരിയ. രുക്മിക്ക് കൂട്ടുകാരായിട്ടുള്ള ജരാസന്ധനും ശിശുപാലാദികളൊക്കെയാണ് ഈ രുക്മിയുടെ കൂട്ടുകാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും ആ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. ആരുടെ കൂടെ കൂടിയാണോ നടക്കുന്നത് അതിനനുസൃതമായിരിക്കും സ്വഭാവം കുറേയൊക്കെ മാറ്റം വരും. നല്ലവരോടൊപ്പം ചേർന്ന് നടന്നാൽ നല്ല ഗുണങ്ങൾ ഉണ്ടാവും, അല്ലാത്തവരോടൊപ്പം നടന്നാൽ ആ ഗുണങ്ങൾ ഉണ്ടാവും. നമ്മുടെ സംസർഗം ആരോടാണോ അതിനനുസൃതം നമ്മുടെ സ്വഭാവവും. അപ്പൊ എന്തായാലും ഇവിടെ അങ്ങനെയുള്ള രുക്മി ഭഗവാന് നാമം കേൾക്കുന്നത് ദേഷ്യമാകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ സ്വയംവരത്തിലുള്ള ഏകദേശം ഏർപ്പാടുകളൊക്കെ ആവാനുള്ള ഒരു സമയമൊക്കെ യൗവനയുക്തയാവുന്ന രുക്മിണി ദേവി വിവാഹം കഴിച്ചോളണം. സുന്ദരിയാണ്, ലക്ഷ്മിയെ പോലെ സുന്ദരിയാണ്. അത്ര സൗന്ദര്യമുള്ള രുക്മിണി ദേവിയെ പല രാജാക്കൾ കിട്ടാനായിട്ട് മോഹിച്ചു, പലരും മോഹിച്ചു. പക്ഷെ അവരിലൊന്നും യാതൊരുവിധ കാംക്ഷയും രുക്മിണി ദേവിക്കില്ലായിരുന്നു. സുന്ദരന്മാരായ വീരന്മാരായ യുവരാജാക്കന്മാരൊക്കെ പല രാജ്യങ്ങളിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവരോടൊന്നും യാതൊരു വിധമായ കാംക്ഷയും ഉണ്ടായില്ല രുക്മിണി ദേവിക്ക്.